ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഇത് വൈകുന്നേരത്തെ വീഡിയോ ആട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും രാത്രിത്തേക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാട്ടോ. അപ്പം ഞാൻ കരുതി വാഴയില മേടിച്ചതുണ്ടായിരുന്നു കേട്ടോ. പൊങ്കലിന് മേടിച്ച വാഴയിലിരുന്ന് ഉണങ്ങി ഒരു വഴിയായി. അപ്പം ഞാൻ കരുതി ഇലയപ്പം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ വേണ്ട കുക്കറിനകത്ത് ഇഡ്ഡലി പാത്രത്തിനകത്ത് ഞാൻ വെച്ചില്ല കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് ആ ഇഡ്ഡലി പാത്രം ഫുള്ള് എടുത്ത് ഇവിടുത്തെ ഇഡ്ഡലി പാത്രം, വീട്ടിലെ ഇഡ്ഡലി പാത്രത്തിന് 4 തട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്രയും കൂടെ എടുത്താൽ വേസ്റ്റ് അല്ലേ എന്ന് കരുതി ഞാൻ ഇഡ്ഡലി പാത്രം എടുത്തില്ല കേട്ടോ. നമ്മുടെ ഇരുമ്പ് ചട്ടിക്കകത്ത് വെച്ചിട്ട് ഒരു തട്ട് വെച്ചിട്ടാട്ടോ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ വേണ്ടേ, അപ്പോൾ ഇലയെല്ലാം ഞാൻ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാവ് ഞാൻ നനച്ചു. അരിമാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം എനിക്കൊന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് ഗോതമ്പ് മാവിൻ്റെനാണ്, ആട്ടമാവിൻ്റെനാന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം അരിപ്പൊടി പൊടിപ്പിച്ചുകൊണ്ട് വന്നതുകൊണ്ട് പിന്നെ അരിപ്പൊടി അരിമാവ് വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ തേങ്ങയും ശർക്കരയും ഏലക്കയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ശർക്കരയ്ക്കൊരു ലൈറ്റിഷ് ഗോൾഡ് കളറാട്ടോ. നമ്മുടെ നാട്ടിലെ കളറൊന്നും കിട്ടത്തില്ല. ആ ശർക്കര ഇവിടെ ഇല്ല, ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ദിവസം കുറച്ച് പോകണം. അത് നമുക്ക് പറ്റുവാണെങ്കിൽ ഞാനൊരു ദിവസം ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം കാട്ടിത്തരാം കേട്ടോ. കുറച്ച് പോകണം, എനിക്കറിയത്തില്ല. ഞാൻ ബസ്സിൽ പോകുമ്പോൾ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ അവിടം വരെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. വണ്ടി ഓടിച്ച് പോകാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നോക്കാം എന്തായാലും. അപ്പോൾ അതേണ്ട ഞാനങ്ങനെ മാവൊക്കെ എടുത്ത് മിക്സ് ചെയ്തു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ കേട്ടോ. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും കേട്ടോ. ഒരുപാട് നേരം ഇരുന്ന് TV കാണാനൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. എന്തെങ്കിലും ഒരു ഫുഡൊക്കെ ഇങ്ങനെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമാണ്. അപ്പോൾ പിന്നെ അനുവേട്ടന് പിന്നെ നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേണ്ട എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. കുളിച്ച് വൃത്തിയായി. അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടാട്ടോ പോയി കുളിച്ചിട്ട് വന്നു. അപ്പോൾ ഇത് ചിക്കൻ്റെ കുറച്ച് പീസസ് ആട്ടോ. അപ്പോൾ ഇത് ഞാൻ വറുക്കാനായിട്ട് എടുത്ത് വെച്ചു. അപ്പം രാത്രിത്തേക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് സാൻഡ്വിച്ച് മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതിയെങ്കിൽ അതും ഉണ്ടാക്കാം. പിന്നെ ഇലയപ്പം ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേനും ഓക്കെ ആവുമല്ലോ എന്ന് കരുതി ഉണ്ടാക്കിയത്. ഇത് വൈകിട്ട് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ രാത്രിത്തേക്ക് എടുക്കാമെന്ന് കരുതി. അങ്ങനെ വേണ്ടേ ഇലയപ്പം എല്ലാം എടുത്തു. അപ്പം ഞാൻ കരുതി എന്തായാലും ഉണ്ടാക്കിയതല്ലേ, ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാനും നന്ദൂട്ടനും കൂടെ കഴിക്കാനായിട്ട് ഓരോന്ന് എടുത്തുകൊണ്ട് നന്ദമോളിരുന്ന് TV ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് അകത്ത് റൂമിലോട്ട് വന്നു. നന്ദൂട്ടന് കൊടുത്തു. നന്ദയ്ക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തോ ഹോംവർക്ക് ഉണ്ട്, അതിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ വേണ്ട കൊടുത്തു. അങ്ങനെ പിന്നെ ഞാനും മോളും കൂടെ ഓരോ ഇലയപ്പം എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ഇതൊന്നും കിട്ടത്തില്ലല്ലോ. പിന്നെ എനിക്കില്ല വട്ടയിലയിൽ ഉണ്ടാക്കുന്നതും കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിവിടെ കിട്ടത്തില്ല. ആ ഇല എവിടെയില്ല. ഇവിടെ ഫുള്ള് ചെടികളും മരവും നല്ല കാടൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ആ ഇല മാത്രം എവിടെയും ഇല്ല. പിന്നെ വേറെ കുറേ വെറൈറ്റി ഇലയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അത് കാരണം പിന്നെ ഞാനും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കരുതി എങ്കിൽ ചിക്കൻ വറുത്ത് സാൻഡ്വിച്ചിനുള്ള കാര്യങ്ങൾ തയ്യാർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേണ്ട ചിക്കൻ വറുക്കാമെന്നെടുത്ത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 2 പിടി ചിക്കൻ, എൻ്റെ കൈക്ക് 2 പിടി ചിക്കനാണ് കേട്ടോ. അപ്പോൾ ബ്രെഡും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലെടുത്ത് അത് നമ്മൾ മയണൈസ് ഉണ്ടാക്കാനാട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിയ കേട്ടോ ഇവർക്ക് കൊടുക്കുന്നത് മയണൈസ്. മുമ്പ് ഞാൻ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ നന്ദമോൾ ഒരുമിച്ചെടുത്ത് കഴിച്ച് തീർക്കുന്ന പറഞ്ഞാൽ ഞാൻ നിർത്തിയതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ സവാളയും വെജിറ്റബിൾസ് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതും എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേണ്ട മയണൈസ് റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗാർലിക്കൊക്കെ ഇട്ട് പാൽ വെച്ചിട്ടുണ്ടാക്കുന്ന മയണൈസ് നമ്മുടെ ആവശ്യത്തിന്, ഇപ്പോഴത്തേക്കുള്ള ആവശ്യത്തിന്. പിന്നെ നാളെയും കൂടെ ഉണ്ടെങ്കിൽ നാളെയും കൂടെ എടുക്കും, ഇല്ലെങ്കിൽ ഇന്ന് തീർക്കും. ഒരുപാട് വെച്ചേക്കത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് ക്യാബേജും എടുത്തിട്ടുണ്ട്, സവാളയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ TV-യിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പരത്തി എടുക്കുന്ന ബ്രെഡ്. പക്ഷേ ഞാൻ പരത്താൻ നോക്കിയിട്ട് അത് പാറ കണക്കിരിക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ കരുതിയെങ്കിൽ ചിക്കൻ കട്ട് ചെയ്ത് മിക്സിയിൽ വെച്ച് അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിടാമെന്ന് കരുതി ഞാൻ അതെടുത്ത് ചെറുതായിട്ട് കുനുകുന കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഓൾറെഡി
സവാളയും ക്യാബേജും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഞാനൊരു ബൗളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാമെന്നുള്ള രീതിയിലാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നന്ദമോളെയും കൂടെ വിളിച്ച് നന്ദയുടെ അടുത്ത് ഞാൻ പറഞ്ഞ ബ്രെഡൊന്ന് ചെറുതായിട്ട് ചൂടാക്കുമെന്ന് പറഞ്ഞ് ഞാൻ നന്ദുട്ടൻ്റെ കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾക്കും ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അതുകൊണ്ട് എവിടെയെങ്കിലും പോയാലും അവളും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചോളും. അപ്പോൾ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പരിപാടി. ഓരോ പീസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അങ്ങനെ വേണ്ട ഞാൻ കുറച്ച് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങ് കട്ട് ചെയ്യാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ എനിക്ക് ഷവർമ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വലുതായിട്ടില്ല, എവിടെയോ ഒരു ഷോപ്പിലെങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലെ അത് വെച്ചിട്ട് ഫുഡ് പോയ്സണൊക്കെ ആയതുകൊണ്ട് എനിക്ക് സത്യത്തിൽ പേടിയാണ് ഇവിടെ നിന്ന് മേടിച്ച് കഴിക്കാനായിട്ട്. ഇവിടെ പിന്നെ പറയണ്ടല്ലോ അന്നേരം. അങ്ങനെ അത് കാരണം ഞാൻ എപ്പോഴും ഇതുണ്ടാക്കുമ്പോൾ വിചാരിക്കും ഷവർമയുടെ ആ ഷീറ്റെങ്കിലും ഇവിടെ അവൈലബിൾ ആയിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ വർഷമായി കാണും. എനിക്ക് എന്തോ നാട്ടിൽ വരുമ്പം കഴിക്കണമെന്ന് തോന്നും, പക്ഷേ പേടിയാണ് കേട്ടോ. എന്തെങ്കിലും ഫുഡ് പോയ്സൺ ആവുമോ, കൊച്ചിന് തന്നെ മേടിച്ച് കൊടുക്കാൻ പേടിയാണ്. ഇനിയിപ്പോൾ ഈ വട്ടം വരുമ്പോൾ അതിൻ്റെ ആ ലെയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിച്ച് വീട്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കേട്ടോ, മയോണൈസും ക്യാബേജും സവാളയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഉപ്പെല്ലാം നോക്കി സെറ്റാക്കി. പിന്നെ ഞാൻ ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ചിക്കൻ അതിനകത്ത് ഇടുന്നില്ല, അല്ലാതെ അതിൻ്റെ മുകളിലേക്ക് ലെയറായിട്ട് വെക്കാമെന്ന് കരുതി. അങ്ങനെ ഓരോ ബ്രെഡിനകത്തും നമ്മളിങ്ങനെ പേസ്റ്റ് പോലെ അത് നമ്മൾ സോസൊക്കെ അപ്ലൈ ചെയ്യത്തില്ലേ, അതേപോലെ അപ്ലൈ ചെയ്തു. പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു. നല്ല ചിക്കനാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചിക്കൻ മാത്രമായിട്ട് കഴിക്കാൻ തോന്നി കണ്ടപ്പം. ചിക്കൻ എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം ബ്രെഡ് വെച്ച് കവർ ചെയ്തു കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസ് ഇപ്പോൾ ഇവിടെ മേടിക്കാറില്ല. പിന്നെ ഈ നൂഡിൽസൊക്കെ മേടിക്കുമ്പം കിട്ടുന്ന പാക്കറ്റാണ് കേട്ടോ അത്. അപ്പം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ ടൊമാറ്റോ സോസ് എടുത്ത് കഴിക്കും. അത് കാരണം ടൊമാറ്റോ സോസ് ഞാൻ മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ വേണ്ട എല്ലാം ഞാൻ മിക്സ് ചെയ്തു, സെറ്റാക്കി. അതുപോലെ കട്ട് ചെയ്ത് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ കേട്ടോ. കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിനകത്ത് എവിടെയോ ഉണ്ട്. അപ്പോൾ കഴിച്ചു കേട്ടോ. പക്ഷേ നമുക്ക് ഇത് ഭയങ്കര ഹെവിയാണ് കേട്ടോ. ഭയങ്കര ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ 2 പീസേ കഴിക്കാൻ പറ്റൂ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ കഴിക്കും. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴേ 2 എണ്ണം, ഇനി ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര ഹെവി ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഹെവി ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ മാക്സിമം ഇത് രാത്രി കഴിക്കാതിരിക്കുന്നതായിരിക്കും കേട്ടോ ബെസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഡൈജഷൻ ആവണമല്ലോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ സാൻഡ്വിച്ചിൽ. അപ്പോൾ പിന്നെ കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പം ബെറ്റർ രാവിലെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്തോ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ചിലപ്പോൾ ഷോർട്സ് വന്നതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോസ് അപ്ലോഡ് ആവുന്നത്. ആക്ച്വലി ടൈം കിട്ടുന്നില്ല. പിന്നെ ഫോണിൽ ഓൾറെഡി അപ്ലോഡ് കൊടുത്തിട്ടാണ് പോകുന്നത്. ഈ ഫോൺ ഇവിടെ വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്ലോഡ് കൊടുത്തിട്ടാണ് പോകുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ റേഞ്ച് പ്രോബ്ലം കൊണ്ടായിരിക്കാം വീട്ടിൽ വന്നാലും ആവത്തില്ല. അപ്പോൾ നമുക്കിപ്പം ഇങ്ങനെയാണ്. സോ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്